മനസ്സിലായില്ലേ? ഇല്ലല്ലോ. ഞാൻ മമ്മിയുടെ മകനാ. അയ്യോ, ഞാൻ അമ്മച്ചിയുടെ മകൻ ജോസൂട്ടി. ഓസ്ട്രേലിയയിലുള്ള ഞാൻ എഴുതിയില്ലായിരുന്നു വരുന്നു. എന്റെ ജോസൂട്ടി എങ്ങനെ ഇരുന്ന ചെറുക്കനാ ഇപ്പൊ ഇരിക്കുന്ന കാലം കണ്ടില്ലേ? എടാ നിന്റെ പെമ്പർമോത്തി മേരിക്കുട്ടി നിനക്കൊന്നും വെച്ച് കണ്ടി തരുന്നില്ലടാ. അവള് വലിയ പരിഷ്കാരി. എടാ നമ്മുടെ ചിന്നക്കുട്ടി എന്നാ പറയുന്നടാ? ചിന്നക്കുട്ടിയോ? പിന്നെ ചിന്നക്കുട്ടിക്ക് ഇപ്പൊ എക്സാമിന് സമയമല്ലേ അമ്മ? ഓസ്ട്രേലിയയിൽ. എക്സാം ഉണ്ട് അവിടെ അല്ലേ? പിന്നെ അവൾ അമ്മച്ചിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടോ? ചിന്നക്കുട്ടിയോ? പിന്നല്ലാതെ അമ്മച്ചിയുടെ കാര്യേ പറയൂ. നമുക്കറിയാമല്ലേ ചിന്നക്കുട്ടിക്ക് അമ്മച്ചി ഏതാന്ന് പോലും. അതിരിക്കട്ടെ അതിരിക്കട്ടെ അമ്മച്ചി. എന്താ അപ്പച്ചനെ ഡാഡി? നീ ആദ്യം കാര്യം ഇവിടെ പറഞ്ഞു പോലോ. അതിനമ്മച്ചി അങ്ങനെ പറയണ്ട. എടാ ആദ്യം വെള്ളം അടിച്ച് ചേർന്ന് ഷാപ്പി കിടപ്പുണ്ടായിരിക്കൂടാ. വെള്ളം അടിച്ചോ? പിന്നല്ലാതെ. ഓഹോ, അപ്പൊ ഇപ്പഴും വെള്ളടിയൊക്കെ ഉണ്ടോ? അതിന് എപ്പോഴാണ് പോവാൻ നിർത്തിയത്? അല്ല, അപ്പച്ചനാണ് എന്നോട് പറഞ്ഞത് വെള്ളടിയൊക്കെ നിർത്തിന്ന്. പിന്നെ എടാ നീ എല്ലാടാ പോയ ജോസ് കുട്ടി അപ്പച്ചന്റെ കാശ് അയച്ചു കൊടുക്കുന്നേ? ഓ, അപ്പച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞ് വെള്ളടിയൊക്കെ നിർത്തി കുടുംബത്തെ നയിക്കാൻ കാശ് അയച്ചു തരാം. അതിനല്ലേ ഞാൻ അയച്ചു കൊടുക്കുന്നേ. എന്നതാ? അത് കുടുംബത്തെ അപ്പച്ചൻ പൈസ കുടുംബത്തെ നോക്കുന്നവരെ നീ എന്നെ കൂടെ പറയിപ്പിക്കല്ലേ ഇവിടെ കേട്ടോ. അത് പോട്ടെ അമ്മച്ചി, ചൂടാകാതെ. അല്ലാതെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മച്ചി അങ്ങ് സുന്ദരിയായി വെളുത്ത്. സത്യപരത്തിലുകാരൻ എടാ ഇത് തന്നെയാണോ നാട്ടുകാര് മൊത്തം പറയുന്നേ? ഞാനങ്ങ് വെളുത്ത് സുന്ദരിയായെന്ന് അവരങ്ങ് പറയുന്നേ. പിന്നല്ലാതെ. എടാ നിനക്കറിയാവോടാ നിന്റെ അപ്പനെ ഞാനിപ്പൊ വഴി നടക്കുമ്പോ എന്താ പറയുന്നത്? എന്നാ പറയുന്ന അമ്മച്ചി? അപ്പനും മോളും. അമ്മച്ചി ഇപ്പോഴും തമാശ പറച്ചിൽ വിട്ടിട്ടില്ല. ആക്കണ്ടടാ, സത്യമാടാ പറഞ്ഞത്. എടാ എന്താന്നറിയാവോടാ ഇപ്പൊ ഒരു 5 രൂപ 10 രൂപ ഒരു സംഭവം കിട്ടത്തില്ലേ? 5 രൂപ 10 രൂപ സംഭവം കൊഞ്ച് ട്യൂബ് കിട്ടത്തില്ല. എന്താ അതിന് പറയുന്നേ? എടാ പേരല്ലവലി. ഓ, പീറാലവലി. എടാ അത് വരട്ടി അല്ലേടാ ഇപ്പത്തെ പെൺപിള്ളാരെല്ലാം വെളുത്ത് നടക്കുന്നേ. തന്നെ? പിന്നല്ലാതെ. നിന്റെ മേരിക്കുട്ടിയെ പോലെ കറുത്തോടച്ചല്ലേ ഇരിക്കുന്നേ. അല്ല അമ്മച്ചി, ഈ പീറാലവലി അത് പല്ലിരുന്നില്ലേ? അല്ല, ഓസ്ട്രേലിയയിലൊക്കെ ഞങ്ങൾ പല്ല് തേച്ചിട്ട്. എടാ നീ ഓസ്ട്രേലിയ പോയിട്ട് നിനക്ക് ഒരു മാറ്റവും ഇല്ലടാ. ഇപ്പോഴും വിവരം ഇല്ല. അതൊക്കെ പോട്ടെ. നമ്മുടെ പള്ളിയിലില്ലേ ഒരു പുതിയ അച്ഛൻ വന്നിട്ടുണ്ട്. പുതിയ അച്ഛൻ വന്നോ? പിന്നല്ലാതെ. പഴയത് പോയല്ലേ? അതൊക്കെ പോയി. അത് പോട്ടെ. അച്ഛനെന്ന് പറഞ്ഞ ഇവിടെ സാധാരണ അച്ഛന്മാരെ പോലും ഒന്നും അല്ല. ഭയങ്കര അച്ഛനാണ്, ഭയങ്കര അച്ഛൻ. പുള്ളിക്കാരന്റെ കഴിവെന്ന് പറഞ്ഞായില്ലേ വേറെ ആരും അതിന്റെ 7 അയലൊക്കത്തോടെ എത്തത്തില്ല. അമ്മച്ചിയുടെ പറിച്ചു ചേട്ടൻ ഇതന്നെ കടമറ്റത്ത് കത്തന. ഇത് പുളിയല്ലടാ പുളി. അച്ഛനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം കാണാമല്ലോ. അച്ഛൻ ഒരൊറ്റ നിർബന്ധി നമ്മുടെ ക്രിസ്മസ് കരോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോ ഇല്ലേ അച്ഛന് പിള്ളേരുടെ ഒപ്പം വരണം, എല്ലാ വീടും കയറി ഇറങ്ങണമെന്നൊരു നിർബന്ധം. അയ്യോ, അപ്പൊ അച്ഛൻ ഇങ്ങോട്ട് വരുമോ?